ഡൈവിംഗ് എന്നാൽ എല്ലാവർക്കും അത്ഭുതമുള്ള ഒന്നാണ്. ശരീരത്തെ ആഴങ്ങളിലേക്ക് വിട്ട് സ്വയം പൊന്താനുള്ള ധൈര്യമാണ് ഡൈവിങ്ങിനെ ആകർഷണീയമാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സേഫ്റ്റി സ്ക്യൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടറും നീൽ ഡൈവിങ്ങിന് പിന്നിലുള്ള വ്യക്തിയുമാണ് ഗിൽബർട്ട് ആൻ്റണി. അദ്ദേഹമാണ് എസ് ഉഷൻ്റെ ടോപ്പ് സ്റ്റോറീസിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ നീൽ ഡൈവിംഗ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? നീൽ ഡൈവിങ്ങിന് തൊട്ട് മുമ്പ് നീൽ അണ്ടർ വാട്ടർ സർവീസ് എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് 1982. നീൽ ഡൈവിംഗ് അക്കാഡമി 1998 തുടങ്ങിയതാണ്. ഞാനായിട്ട് ട്രെയിനിങ് എന്ന രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു നീൽ ഡൈവിങ്ങിൻ്റെ പ്രധാന എയിമെന്നോ അല്ലെങ്കിൽ ഇതിലൂടെ എന്തൊക്കെ സർവീസസ് ചെയ്യണമെന്നാണ്? ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇതിന് പ്രധാനമായിട്ടൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. നീൽ ഡൈവിംഗ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നീൽ ഡൈവിംഗ് അക്കാഡമി ഇസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ നമ്മൾ റിക്രിയേഷൻ ഡൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. റിക്രിയേഷനിൽ പല പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് അണ്ടർ വാട്ടർ ബിൽഡിംഗ്. ഓക്കെ, അതെ ചെയ്യുന്നു. അപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിലേക്ക് താങ്കളുടെ ഒരു ജേണി, താങ്കൾ എങ്ങനെ സ്ക്യൂബ ഡൈവിങ്ങിലേക്ക് എത്തി, അതിനെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ ഫാദർ എന്നെ ഡൈവിങ് പഠിപ്പിച്ചത്, സ്ക്യൂബ ഡൈവിങ് പഠിപ്പിച്ചത്. ഇപ്പോൾ ആ ഫാദറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പാഷൻ കൊണ്ട് എനിക്കും അതൊരു ഭയങ്കര പാഷനേറ്റ് ആയത്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരാൻ കാരണം. ഇപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ആദ്യത്തെ അനുഭവം എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ട്? സ്ക്യൂബ ഡൈവിങ് എൻ്റെ മാത്രമല്ല, ഞാനിപ്പോൾ ബേസിക്കലി ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ടറെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിനെ പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ബേസിക് പഠിപ്പിക്കുമ്പോൾ, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ സന്തോഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയാം, ഒരു ഉള്ളിനുള്ളിലൊരു സന്തോഷം നൽകുന്ന ആ ഒരു സിറ്റുവേഷൻ. അതെ. ഇപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ഉണ്ട്, റിക്രിയേഷണൽ ഡൈവിംഗ് ഉണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിന് തന്നെ പല ജോലി സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ കാണുന്നതിനെക്കാട്ടും അധികം, ഇപ്പോൾ വിദേശത്താണെങ്കിലും വളരെയധികം ജോലി സാധ്യതകൾ ഇന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നില്ല. അതിപ്പോൾ എന്തുകൊണ്ടാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ബേസിക്കലി രണ്ട് റീസണാണ്. ഒന്ന്, കണ്ടാലും അവർക്ക് പേടി എന്ന സംഭവമുണ്ട്. രണ്ടാമത് ഫിനാൻഷ്യലി, ഇപ്പോൾ ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഫിനാൻഷ്യലി അവർക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ മെയിൻ രണ്ട് റീസണായിട്ട് ഞാൻ കാണുന്നത്. പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊതുവേ വെള്ളം കേൾക്കുമ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും പേടിയാണ്. അതെ, നമ്മുടെ കേരളത്തിൽ ചുറ്റും വെള്ളമാണെങ്കിലും മിക്കവർക്കും ഇപ്പോഴും നീന്തൽ അറിയുന്നില്ല. അതെ. അപ്പോൾ അത് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ കണ്ട പോലെ അപകടങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്, വെള്ളത്തിൽ അപകടങ്ങളും. പിന്നെ കുറേ ഫിലിമുണ്ട്, സ്രാവ് പിടിച്ചുകൊണ്ട് പോകുന്നതും, അങ്ങനത്തെ കുറേ ഫിലിം കൂടി വരുമ്പോൾ പൊതുവേ വെള്ളത്തിനടി എന്ന് പറയുമ്പോൾ എന്തോ ഭീകരമായിട്ടാണെന്ന് മിക്ക ആൾക്കാരും മനസ്സിലുള്ളത്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്കതിനെ മനസ്സിലാവുള്ളൂ, അതിന് ഭീകരത ഒന്നുമില്ല. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ പ്രധാനമായിട്ടുള്ള ജോലി, ലൈക്ക് നല്ല നല്ല ജോലികൾ എന്തെല്ലാമാണ് പ്രധാനമായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഓരോ ആളുകൾക്കും വ്യത്യാസമായിരിക്കും. താങ്കൾക്ക് തോന്നിയത് എന്താണ്? കൊമേഴ്ഷ്യൽ ഡൈവിംഗ് നമ്മൾ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ബേസിക്കലി മൂന്നായിട്ടാണ് തിരിക്കണം. അത് മെയിൻലി ഓഫ് ഷോർ ജോബ്സ് എന്ന് പറയും. അത് ഈ ഓയിൽ റിഗ്സിലും അങ്ങനത്തെ പൈപ്പ് ലൈൻസിലൊക്കെ ജോബ്സ് ഉണ്ട് ഓഫ് ഷോറിൽ. പിന്നെ ഇൻഷോർ ഉണ്ട്. പിന്നെ ഇൻഷോറിൽ തന്നെ കൺസ്ട്രക്ഷൻസ് വന്നുണ്ട്. അതായത് ഇൻഷോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻക്ലൂഡിങ് ആർബർ ജോബ്സ് പറയും. ആർബർ ജോബ്സ് എന്ന് പറയുമ്പോൾ ഷിപ്പിൻ്റെ ഒക്കെ വർക്കാണ്. പിന്നെ ഉള്ളത് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ സൈഡിൽ ഇപ്പോൾ ബ്ലോക്ക് പ്ലേസിങ്, ജെട്ടി കെട്ടിൽ, അങ്ങനത്തെ കുറേ വർക്കിലൊക്കെ ഡൈവേഴ്സ് ഇൻവോൾവ്മെൻറ്റ് കണ്ടാകുന്നുണ്ട്. അങ്ങനെ മൂന്നായിട്ട് തിരിച്ചേക്കണത്. നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ലെവൽ അനുസരിച്ച് നമുക്ക് ഒരു ലെവൽ എടുക്കാം. ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻസ് കുറവാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻസും ആർബർ ജോബ്സാണ് ചെയ്യണത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ റിഗ്സിൻ്റെ അങ്ങനത്തെ ജോബ്സൊക്കെ ചെയ്യാൻ പറ്റും. അതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും താല്പര്യം ഉണ്ടാവും, പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ പലരും ഇപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള അവർക്ക് പറ്റുമെങ്കിലും ഇതെങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ മിക്കവർക്കും ഇല്ല. ഡൈവിങ്ങിനെ കുറിച്ച് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അതാണ്. ആളുകൾക്ക് ഇതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു
വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. അതിപ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവിങ് എന്ന് മാത്രമല്ല, നമ്മുടെ റിക്രിയേഷണൽ ഡൈവിങ്ങിലാണെങ്കിൽ കൂടി ആളുകൾക്ക് എങ്ങനെ അതിലേക്ക് എത്തണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർ പ്രധാനമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഫൺ ഡൈവാണ്. ഫൺ ഡൈവിലേക്ക് നമുക്കൊരു സെമി പ്രൊഫഷണൽ വരെയാകാം. അപ്പോൾ നമ്മുടെ ഇവിടെ നീൽ ഡൈവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പാഡി എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ അവരുടെ 5 സ്റ്റാർ ഇൻസ്ട്രക്ടർ ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. അപ്പോൾ നമുക്ക് ബേസിക് തൊട്ട് ഇൻസ്ട്രക്ടർ ലെവൽ, അത് പ്രൊഫഷണൽ ലെവൽ വരെ ഇവിടെ തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ സെമി പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ വാട്ടർ എന്ന് പറയുമ്പോൾ ബേസിക് കോഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പൺ വാട്ടർ തൊട്ട് ഡൈ മാസ്റ്റർ എന്ന് പറയുമ്പോൾ സെമി പ്രൊഫഷണൽ. പിന്നെ നമുക്ക് പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ടറും കൂടി ആകാൻ പറ്റും. അതാണ് റിക്രിയേഷൻ സൈഡിൽ നിന്ന് പറഞ്ഞത്. പബ്ലിക് സേഫ്റ്റി, സ്ക്യൂബ ഡൈവിങ്, അതുപോലെ തന്നെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവിങ്, ഇങ്ങനെ പലതരം ഡൈവിംഗ് ഉണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് കൂടുതൽ അതെന്താണെന്നൊന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞത് റിക്രിയേഷൻ ഡൈവിങ് എന്ന് പറയുമ്പോൾ റിക്രിയേഷൻ്റെ അടിയിൽ വന്നതാണ് ടെക്നിക്കൽ ഡൈവിങ് എന്നതാണ്. അപ്പോൾ റിക്രിയേഷൻ ഡൈവിങ് എന്ന് പറയുമ്പോൾ മാക്സിമം ഡൈവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ 40 മീറ്റേഴ്സാണ്. 40 മീറ്റേഴ്സ് കൂടുതൽ ഡൈവ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ ഡൈവിങ് എന്ന് പറയും. ഇപ്പോൾ കൊമേഴ്ഷ്യൽ എടുക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ഡൈവിങ് ഉണ്ട്. അത് കൊമേഴ്ഷ്യൽ എന്ന പേര് തന്നെ ഉണ്ട്, നമ്മൾ കരയിൽ വർക്ക് ചെയ്യുന്ന വെള്ളത്താടി പോയി വർക്ക് ചെയ്യുക. പിന്നെ പബ്ലിക് സേഫ്റ്റി ഡൈവറുണ്ട്. പബ്ലിക് സേഫ്റ്റി ആ പേര് തന്നെ ഉണ്ട്, പബ്ലിക് സേഫ്റ്റി ടു സെർവ് ദ പബ്ലിക്. പിന്നെ ഉള്ളത് മിലിറ്ററി ഡൈവിംഗ് ആണ്. മിലിറ്ററി ഡൈവിങ്ങിൽ ഈ പറഞ്ഞ ബോംബ് സ്ക്വാഡും മിലിറ്ററി ബേസ് ചെയ്തുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മിലിറ്ററി ഡൈവിംഗ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ പിന്നെ ഉള്ളതാണ് സാച്ചുറേഷൻ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് സാറ്റ് ഡൈവിംഗ് എന്ന് പറയും. അതന്നെ ഡീപ്പ് ഡൈവിങ് ഏറ്റവും കൂടുതൽ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ശ്വസിക്കുന്ന ഗ്യാസ് ആയിട്ട് സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഡീപ്പ് ഡൈവിങ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 ഫീറ്റ് 1500 ഫീറ്റ് പോയിട്ട് അവർ ഏറ്റവും കൂടുതൽ 1500 ആ ഡെപ്തിലൊക്കെ പോകുന്നത് ബെൽറ്റ് ഡൈവിംഗ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അവിടെ ചെന്നിട്ട് നേരെ വന്നിട്ട് ഇവരെ റീകംപ്രഷൻ ചേമ്പറിലേക്കാണ് ഇവർ അതിനകത്തേക്ക് വെച്ചിട്ടാണ് ഇവരെ ഓട്ടോമാറ്റിക്കലി ഇവർ ഔട്ട് ഗ്യാസും ചെയ്തിട്ടാണ് ഇവരെ ഈ പറഞ്ഞത് ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവന്നത്. ഓക്കെ. അപ്പോൾ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. അത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും വന്നത് റിക്രിയേഷൻ ഡൈവിംഗ് തന്നെ നമുക്ക് CCR ഉണ്ട്, റീബ്രീതേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓപ്പൺ സർക്യൂട്ട് എന്നാണ്. അതായത് നമ്മൾ ഇൻഹേൽ ചെയ്തിട്ട് എക്സേൽ ചെയ്യുമ്പോൾ ബബിൾസ് മുകളിലോട്ട് പോകും. പിന്നെയുള്ളത് പറയുമ്പോൾ ഇൻഹേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും പോകില്ല, അത് ലൂപ്പ് വഴി നേരെ കറങ്ങി റീസൈക്കിൾ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും. അതിനാണ് നമ്മൾ റീബ്രീതേഴ്സ് എന്ന് പറയും. പിന്നെ സെമി ക്ലോസ്ഡ് ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെൽസ് അല്ലെങ്കിൽ പീരിയോഡിക്സ് മാത്രം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ട്രാ പോകും. അപ്പോൾ താങ്കൾ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സേഫ്റ്റി സ്ക്യൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരും അങ്ങനെ ആദ്യം വന്നില്ല, അപ്പോൾ ആദ്യമായി താങ്കൾ അതിലേക്ക് എത്തിയപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു? ബേസിക്കലി എനിക്ക് പബ്ലിക് സേഫ്റ്റി, ഞാൻ ഗൾഫിൽ വെച്ചാൽ ശരിക്കും പബ്ലിക് സേഫ്റ്റി ഡൈവർ ഇൻസ്ട്രക്ടർ പറഞ്ഞ കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയെന്ന് പറയുമ്പോൾ നമുക്ക് പബ്ലിക്കിന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കുറേ നോളേജ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാം. അങ്ങനെ ഞാൻ പബ്ലിക് സേഫ്റ്റിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അത് സത്യത്തിലൊരു 4.5 years ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടാണ് ഒരു പബ്ലിക് സേഫ്റ്റി ഡൈവർ ഇൻസ്ട്രക്ടറായ. അതിന് അതിൻ്റെ കുറേ എന്താ പറയുക പ്രോസസ്സും പ്രൊസീജിയേഴ്സും പഠിക്കാനും കുറേ കാര്യങ്ങളുണ്ട്. അന്നാമത് യു ക്യാൻ ബിക്കം എ പബ്ലിക് സേഫ്റ്റി ഡൈവർ. ബേസിക്കലി പബ്ലിക് സേഫ്റ്റി ഡൈവർ ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ഒരു മോണിറ്റർ ഗെയിൻസിന് വേണ്ടിയല്ല, അത് വേണ്ടി തന്നെ ഉണ്ട്. അതാണ് പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും പബ്ലിക് സേഫ്റ്റിയിലേക്ക് വലിയ താല്പര്യമില്ലാത്തത്. പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ ക്ലാസ് എടുക്കുന്നത് ഏത് കേരള ഫയർഫോഴ്സ് ആയാലും കോസ്റ്റൽ പോലീസ്. അപ്പോൾ ഇത് ആര് ക്ലാസ് എടുക്കണം? വേറൊരു ഇൻസ്ട്രക്ടർ അല്ല, ഒരു പബ്ലിക് സേഫ്റ്റി ഡൈവർ ഇൻസ്ട്രക്ടർ ആകുമ്പോൾ അത് കുറേ കൂടി എഫക്റ്റീവ് ആയിരിക്കും ക്ലാസ്. കാരണം ഓൾറെഡി അവിടെ ആ വേർഡിൽ തന്നെ ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യണം, പബ്ലിക് സേഫ്റ്റി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ കോസ്റ്റൽ പോലീസ്, നമ്മുടെ കേരള ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമൊക്കെ ഉള്ളത് പബ്ലിക്കിനെ സർവ് ചെയ്യാൻ വേണ്ടി. അന്നത്തെ ഒരു ഇൻസ്ട്രക്ടറായിട്ട് കൂടുതൽ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടി അവയർനെസ് കൂടുതൽ ഐഡിയാസ് കിട്ടുമായിരിക്കും. പ്രളയത്തിൻ്റെ സമയത്ത് താങ്കൾ കുറേ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്ന് കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രളയത്തിൻ്റെ ഒരു അനുഭവം? പ്രളയത്തിൻ്റെ അനുഭവം പറയാനുണ്ടെങ്കിൽ അത് കണ്ടവനം പറയാനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയ ദിവസം തൊട്ട്, അതായത് നമുക്ക് ആദ്യം 15th മഴ തുടങ്ങിയത്, August 15. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയത്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഞങ്ങളുടെ ടീം കളമശ്ശേരി പോയി. ഇങ്ങനെ നമ്മളൊരു ആരെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ച് പോയതല്ല. നമുക്ക് എന്തെങ്കിലും ചാൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോയത്. പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ ആൾക്കാർ നമ്മുടെ വണ്ടി തടഞ്ഞ് നിർത്തി. കളമശ്ശേരി ഭാഗത്ത് തന്നെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിൽ കണ്ടവൻ പേര് ട്രാപ്റ്റായി കിടന്നിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല, അതിൻ്റെ സൈഡിൽ കുറേ കൊച്ചു വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമുക്ക്
നമ്മുടെ ഒരു ചെറിയ ഡിങ്കി ഉണ്ട്, ആ ഡിങ്കിൽ കൊണ്ട് നേരെ കര മീൻസ് റോഡ് വരെ എത്തിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ പിന്നെയും ഇതുപോലെ കണ്ടവന അനുഭവങ്ങളുണ്ട്. ഇനി എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ അന്ന് ചെയ്തായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കേരള ഫയർഫോഴ്സിനെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഓഫീസറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സർവീസസ് ചെയ്തതാണ്. ഇപ്പോൾ ഡൈവിങ് വളരെയധികം മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് തരുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകമായിട്ട് വളരെ വ്യത്യസ്തമാണ് അണ്ടർ വാട്ടർ വേൾഡ് എന്ന് വെച്ചാൽ. താങ്കളുടെ എക്സ്പീരിയൻസിൽ അണ്ടർ വാട്ടർ വേൾഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അതാണ് ഈ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്ക്യൂബ ഡൈവിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡൈവിങ്, പക്ഷേ കൊമേഴ്ഷ്യൽ ഡൈവിങ് നമ്മൾ ആ വേർഡിൽ തന്നെ ഉണ്ട്. കൊമേഴ്ഷ്യൽ ഡൈവിങ് നമ്മൾ ജോലിക്ക് വേണ്ടിയത്. മറ്റേത് അങ്ങനെയല്ല. എൻജോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് എസ്പെഷ്യലി നമ്മുടെ ഇപ്പോൾ ഏറ്റവും അടുത്ത് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ ലക്ഷദ്വീപാണ്. അതെ, ലക്ഷദ്വീപിൽ പോകുന്നതിൽ തന്നെ ഈ ഓൾമോസ്റ്റ് 30 മീറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത്രയും വിസിബിലിറ്റി ഉണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൺലൈറ്റ് മാക്സിമം ഇപ്പോൾ 30 മീറ്റേഴ്സ്, ഇപ്പോൾ 20 മീറ്റേഴ്സിനുള്ളിൽ തന്നെ ഒരുപാട് മെജോറിറ്റി മെറൈൻ ലൈഫ് നമുക്ക് കാണാൻ പറ്റും. മെറൈൻ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാഷണൽ ജിയോഗ്രഫിയിൽ കാണണം മാത്രമല്ല, നേരിട്ട് കാണാതെ അതൊരു ആ അനുഭവം എന്ന് വെച്ചാൽ അത് നേരിട്ട് അനുഭവിച്ചറിയണം. അതെ, ആ ജീവികളുടെ നീന്തുന്നതും അവരെ പോലെ തന്നെ നമ്മൾ വെള്ളത്തിനിടയിൽ. അതെ, ഇല്ല, ബേസിക്കലി 2 രീതിയുണ്ട്. നമുക്ക് എൻജോയ്മെൻറ്റ്. രണ്ടാമത് സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ കണ്ടാലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് മിക്ക ആൾക്കാർക്ക് അറിഞ്ഞുകൂടാതെ. നമുക്ക് സ്ക്യൂബ ഡൈവിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ ഡൈവ് ചെയ്യണമെന്ന് തോന്നുന്നത് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് കൊണ്ടാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ പ്രഷർ അല്ല വെള്ളത്തിനടിയിലോട്ട് പോകുന്നതോറും സമ്മർദ്ദം കൂടും. അപ്പോൾ പ്രഷർ കൂടുന്നതോടനുസരിച്ച് എന്താ പറ്റും, നമ്മുടെ ശരീരത്തിൽ എയർ കയറി പിന്നെ മൂടോട്ട് വരുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് വളരെയധികം കൂടും. അത് എന്താ പറയുക, എസ്പെഷ്യലി നമ്മുടെ ലിംസ്, കാലിലോട്ടൊക്കെ ബ്ലഡ് ഫ്ലോ കുറയും പ്രായമാകും തോറും. അപ്പോൾ ആൾക്കാർ അതൊക്കെ മാക്സിമം ഡൈവ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് ഞാനിപ്പോൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി കണ്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സ്ക്യൂബ ഡൈവിങ്. 100%. ഇപ്പോൾ പല സന്തോഷങ്ങളുണ്ടാവും, പക്ഷേ താങ്കൾക്ക് ഏറ്റവും ഓർത്തു വെക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഡൈവിങ് തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ പോലെ ലക്ഷദ്വീപിൽ ബേസിക്കലി ഞാൻ കൊമേഴ്ഷ്യൽ ഡൈവറും കൂടിയാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിൽ നമുക്ക് ലക്ഷദ്വീപ് ആർബറിൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഹോളിഡേ ആയിരുന്നു. ഹോളിഡേ എന്ന് പറയുമ്പോൾ അന്ന് നേരെ മഴ ഡ്രിസ്ലിങ് മാത്രം. അപ്പോൾ വെള്ളം ഭയങ്കര കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിങ്ങനെ സത്യത്തിൽ കടലാണെന്ന് തോന്നില്ല, കുളം പോലെ ഇരുന്നു. പക്ഷേ ഒട്ടും കാറ്റില്ല, ഭയങ്കര കാമാണ്. ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് 30 ഫീറ്റാണ്, 10 മീറ്റേഴ്സ് മാക്സിമം. 10 മീറ്റേഴ്സിലൂടെ ഞങ്ങൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ നിറച്ചും മെറൈൻ ക്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒക്ടോപ്പസും ഈൽസും എല്ലാം ചുറ്റുമുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഈ മഴവെള്ളത്തിൻ്റെ ആ തുള്ളികളോ ഇങ്ങനെ ആ ഇത് കൊച്ചു കൊച്ചു വേവ്സ് ഇങ്ങനെ കാണാം. ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു കടലിലാന്ന് ഒരു എക്യൂരിയത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അത് സൈലൻസും കൂടി ഉണ്ടാവുക. അതെ, അത് എന്ന് പറയുക അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യത്തിൽ എല്ലാ പണിയും മാറ്റി ഈ നമ്മുടെ ചുറ്റുള്ള സ്ക്വിഡ്സ് ഉണ്ടായിരുന്നു. സ്ക്വിഡ്സൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബറ്റാലിയനായിട്ട് വന്നത്, ശരിക്കും ഒരു ആർമി റെജിമെൻറ്റ് പോലെ നല്ല രസമാണ് സ്ക്വിഡ്സിനെ കാണാൻ വേണ്ടി. ഒരു റെജിമെൻ്റായിട്ട് വരുമ്പോൾ അത് ഒരു കൂട്ടത്തിലാണ് വന്നത്. ഒരേ മൂവ്മെൻറ്റാണ് അവർക്ക്. അത് എന്താ പറയുക, അത് അവിടെ അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളത്. അപ്പോൾ ഇവിടെ താങ്കൾ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പലരും കോഴ്സസ് ചെയ്യണം, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തൊക്കെ കോഴ്സസാണ് താങ്കൾ കൊടുക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം എന്ന് വെച്ചാൽ അതായത് നീൽ ഡൈവിംഗ് അക്കാഡമി ഇൻസ ഇൻ്റർനാഷണൽ ഡൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഫ്രാൻസ് അവരുടെ അസോസിയേറ്റഡ് മെമ്പറാണ്. അപ്പോൾ അവരുടെ സിലബസ് അനുസരിച്ചാണ് നമ്മളിവിടെ കോഴ്സുകളും ചെയ്യുന്നത്. കാരണം അത് യൂണീക്ക് ആകാൻ വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ആണ്. അത് 6 months കോഴ്സാണ്. 3 months നമുക്കിവിടെ തിയറിയും പ്രാക്ടിക്കൽസും ഉണ്ട്. പിന്നെ 3 months ട്രെയിനി ആയിട്ടാണ്. പിന്നെയുള്ളത് ഒരു പുതിയ കോഴ്സ് വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം നമ്മളാണ് ചെയ്യുന്നത്. IITയും IRSും ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിങ്ങും ഇൻവോൾവ് ആയിട്ട് നമ്മൾ അണ്ടർ വാട്ടർ വെൽഡിംഗ് സ്പെഷ്യലിസ്റ്റ് കോഴ്സ് ചെയ്യുന്നതാണ്. അത് സർട്ടിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഡൈവ് സെൻ്ററാണ് അവർ എടുത്തേക്കുന്നത്. സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് IRSും IITയും ആണ്. അപ്പോൾ അത് ക്ലാസ് സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ ഭയങ്കര വലിയ വാല്യൂ തന്നെയാണ്. ഒരു ജോലി കിട്ടാനുള്ള സാധ്യത ഞാൻ ഇങ്ങനെ പറയാം ഒരു 98% സാധ്യത കൂടുതലാണ് ഇൻ്റർനാഷണലി. കടൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും ഡൈവിങ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ ഈ അടുത്താണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇത്രയും
നമ്മളുടെ ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മളുടെ കര വെച്ച് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളും ഭയങ്കര മാജിക്കലുമാണ്. പക്ഷെ എന്നാൽ കൂടി പണ്ടത്തെക്കാളും കുറവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഡൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ഇൻസ്ട്രക്ടർ പറയുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ ഇന്ന ജീവികളെ കാണാമായിരുന്നു. അപ്പോൾ ജീവികളും നശിക്കുന്നു, കടലും നശിക്കുന്നു. അപ്പോൾ നമ്മളുടെ കടൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ പൊല്യൂട്ടഡ് ആവുകയാണ്. ഇപ്പോൾ നേരത്തെ വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ കടലിലെ വെള്ളവും പൊല്യൂട്ടഡ് ആവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡൈവർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഡൈവർ എന്ന രീതിയിൽ ഫസ്റ്റ് ഡൈവേഴ്സിന് കൊടുക്കാനുള്ള ഉപദേശമായിട്ട് ഞാൻ ഫസ്റ്റ് പറയാം. ഡൈവേഴ്സ് എന്ന് വെച്ചാൽ ആസ് പെർ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തൊക്കെ ഡൈവിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചില ഡൈവേഴ്സ് എപ്പോഴും അവരൊരു ചെറിയ കൊച്ചു മെഷ് ബാഗ് ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിനടിക്കാണ് ഗാർബേജസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് മുകളിൽ ഗാർബേജ് ബോക്സിൽ കൊണ്ടു ഇടും. അതൊരു ഹാബിറ്റ് ആക്കിയാണ് അവർ. അപ്പോൾ മാക്സിമം നീറ്റാക്കാൻ വേണ്ടി. പിന്നെ പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നിസ്സാരമാക്കി എടുക്കുന്നുണ്ടാണ്. കാരണം നമ്മുടെ അറിവില്ലായ്മയാണ് സത്യത്തിൽ നമ്മുടെ പൊല്യൂഷൻ കൂട്ടാൻ കാരണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഫസ്റ്റ് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ കടലിനെ രക്ഷിക്കാനാകും. കാരണം 70% ഓഫ് ഓക്സിജൻ വി ഗെറ്റ് ഫ്രം ഓഷൻ. അതെ, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മരം എന്നാണ്. അതെ, പക്ഷേ ഓഷ്യനിൽ നിന്നാണ്. ഞാനും ഈ അടുത്താണ് അതിനെക്കുറിച്ച് അറിഞ്ഞത്, സത്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്ട്രോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയ പീസാണെങ്കിലും ഇമാലത്തിൽ കളഞ്ഞിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത് വന്ന് തീരുന്നത് നമ്മൾ കടലിലാണ്. നമ്മൾ അത് മനസ്സിലാക്കി ഗാർബേജസ് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ബിന്നാന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി ഇങ്ങനത്തെ പൊല്യൂഷൻ കുറയും. പിന്നെ രണ്ടാമതുള്ള പൊല്യൂഷൻ എന്ന് വെച്ചാൽ ഓവർ ഫിഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓവർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഫിഷർമാൻസ് അവർക്ക് ദേ ആർ ഓൾസോ അൺഅവെയർ. കാരണം എന്തുകൊണ്ട് ഫിഷ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഡ്രാഗ് നെറ്റ്സ് മാത്രമേ കുറേ യൂസ് ചെയ്തിരുന്നത് ഓട്ടോമാറ്റിക്കലി അണ്ടർ വാട്ടർ എൻവയറൻമെൻറ്റ് മൊത്തം നശിപ്പിച്ചെടുക്കാറ്. അതെ, ഫിഷ് ചെയ്യുമ്പോൾ അടി മുതൽ ഇങ്ങനെ ഫുൾ എടുക്കുന്ന ട്രോൾ നെറ്റ്സ് ആണ്. അപ്പോൾ കുറേ രാജ്യങ്ങൾ അത് ബാൻഡഡ് ആണ്, നമ്മുടെ കുറേ സ്ഥലത്ത് ബാൻഡഡ് ആണ്, എല്ലായിടത്തും ഇല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഉറക്കാൻ പറ്റും. പിന്നെ ഓവർ ഫിഷിങ് ഞാൻ വേറെ ഒന്ന് ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആൾക്കാർക്ക് ഷാർക്സിനെ പേടിയാണ്, അല്ലെങ്കിൽ ഓരോരോ ജീവികളെ പേടിയാണ്. ഒരു ജീവികൾക്കും ദൈവം ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ജോലികൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് നമുക്ക് ഇങ്ങനെ വേണം എക്സാമ്പിൾ എടുക്കാം, വെയിൽ ഷാർക്സ്. വെയിൽ ഷാർക്സ് ഇപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാം. വെയിൽ ഷാർക്സ് മേ ബി ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 20 meters 30 meters അത്ര ഭയങ്കര ഹ്യൂജാണ്. അത് വായം തുറന്ന പോകുള്ളൂ. വെയിൽ ഷാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് എ ഫിൽറ്റർ ഓഫ് ദി ഓഷൻ. ആ ഓഷൻ മൊത്തം ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കാനാണ് വെയിൽ ഷാർക്കിൻ്റെ ജോലിയാണ്. ഇപ്പോൾ വെയിൽ ഷാർക്സ് ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഫിഷ് ടാങ്കിലുള്ള ഒരു ആൽഗീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഷ് ടാങ്ക് പോലെ ഇരിക്കും കടൽ മൊത്തം. അതുപോലെ ഷാർക്സ് തന്നെ. ഷാർക്സിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ അടിയിലുള്ള ഡെഡ് ബോഡീസ് ഇതൊക്കെ എടുത്ത് തീർക്കുക. അതായത് നമ്മുടെ ഇവിടെ കാക്ക ചെയ്യുന്ന ജോലിയാണ് ഷാർക്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഓരോ ജീവികൾക്കും ഓരോരോ ജോലികൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ദിയർ മിഷൻ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ 2050 ആകുമ്പോഴേക്കും കടലിൻ്റെ അടിയിൽ മീനുകളെക്കാളധികം പ്ലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളൊരു പഠനം വന്നിട്ടുണ്ട്. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഇപ്പോൾ തന്നെ നമ്മൾ അതിനുവേണ്ടി കുറേ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെവലപ്ഡായ കൺട്രിയിൽ അവർ അതിനുവേണ്ടിയുള്ള എന്താ പറയുക നെറ്റ്സും പ്ലാസ്റ്റിക്സും മാത്രം എടുക്കാവുന്ന ടൈപ്പ് കുറേ ടെക്നോളജീസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി അത് കൂടാനുള്ള സാധ്യത എൻ്റെ കാഴ്ചപ്പാടിൽ കുറവാണ്. കാരണം നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാഡിക്കൻ ഒരു പ്രൊജക്റ്റ് അവയർനെസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഈ പൊല്യൂഷനും ഇതൊക്കെ മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 100% മാറ്റാൻ പറ്റിയില്ലെങ്കിലും 2050 ആകുമ്പോൾ അത്രക്കും ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ ഈ നല്ല രീതിയിൽ പോലാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവും. അവയർനെസ് എസ്പെഷ്യലി കുട്ടികൾ, അതായത് കോളേജ് ലെവലല്ല, കുട്ടികളിൽ തന്നെ അത് ആ ഒരു അവയർനെസ് താഴ്ത്തുന്നതിന് കൊടുത്തു വരുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവർ ഹാബിറ്റാവും. അതായത് ഗാർബേജും പ്ലാസ്റ്റിക്സും ഈ പറഞ്ഞ അവിടെ ഇവിടെയും റോട്ടിലൊന്നും ഇടാൻ അവർ താല്പര്യപ്പെടില്ല. അത് കാരണം ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ നിറച്ചും ഡ്രെയിനേജ് ചെന്നിട്ട് പിന്നെ നേരെ പോണ നമ്മുടെ കടലോട്ടാണ്. അതെ, നമ്മൾ അപ്പുറത്തെ പറമ്പിൽ ഒരു പ്ലാസ്റ്റിക് ഇട്ടാൽ അത് വെള്ളത്തിൽ ഒഴുകി തോട്ടിൽ ചെന്ന് അവിടെ നിന്ന് പുഴയിൽ ചെന്ന് കടലിൽ പോയി, അങ്ങനെ പലരും അതിനെക്കുറിച്ച് അവെയറല്ല. അതെ, എനിക്കുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതായത് തീരെ പൊടി അത് മീൻ കഴിക്കാറുണ്ട്. കൂടുതൽ പ്ലാസ്റ്റിക് ഇടുമ്പോൾ അത് നമ്മൾ മീനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തും കയറാറുണ്ട്. അതൊരു ഇലസ്ട്രേഷൻ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു മീൻ കടയിൽ ഒരാൾ മീൻ വാങ്ങുമ്പോഴത്തേക്കും വേർ ഇസ്
ഇത് പ്ലാസ്റ്റിക് ബാഗ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓൾറെഡി ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് യെസ് ഒരു ഇൻസ്ട്രേഷൻ. Right. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ ഡൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ അതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അതിലേക്ക് വരാനുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് അധികം ഇല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ ഞാൻ അതിലിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ചിലർക്ക് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഓരോ ലെവലും കൂടെ ഒരുമിച്ച് എടുക്കണമെന്നില്ല. നമുക്ക് ഓരോ ലെവലിൽ പതുക്കെ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പാഡി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാം. പിന്നെ പിന്നീട് നമുക്ക് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ ചെയ്യാം. പിന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കോഴ്സ് ഉണ്ട്, പിന്നെ റെസ്ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ പതുക്കെ നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഡ്രീം പ്രൊഫഷനിലുള്ള ആ കരിയറിലോട്ട് പോകാൻ പറ്റും. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പാഷൻ ഉണ്ടാവണം. കാരണം പാഷൻ ഫോർ വാട്ട് ടീച്ചിങ് ആൻഡ് എന്താ പറയുക ട്രാവലിങ്. കാരണം നമുക്ക് അതിന് പറ്റിയ ഒരു പ്രൊഫഷനാണ് സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മളുടെ റിക്രിയേഷണൽ ഡൈവിങ്ങിൽ ഇപ്പോൾ അതിലുള്ള സേഫ്റ്റി, ഇപ്പോൾ ആളുകൾ പലരും പല ടൂറിസ്റ്റ് പ്ലേസസ് ചെല്ലുമ്പോൾ ഡൈവിങ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതിലും സത്യം പറഞ്ഞാൽ നമ്മൾ മര്യാദക്ക് സേഫ്റ്റി മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ വളരെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിലുള്ള സേഫ്റ്റി പ്രോബ്ലംസിനെ കുറിച്ച് ഇപ്പോൾ കോമൺ പീപ്പിളിനോട് എന്താണ് പറയാനുള്ളത്? കോമൺ പീപ്പിളിനോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ അവർ പോകുന്ന ഡൈവ് സെൻറ്റർ ഒരു മിനിമം ഒരു 5 സ്റ്റാർ റേറ്റിംഗുള്ള ഡൈവ് സെൻറ്റർ ആണെന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പൈസ കുറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും ഡൈവിങ് ഒരു പരിധിക്കുള്ളിൽ താഴത്തേക്ക് റേറ്റ് കുറക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡൈവ് സെൻറ്ററിൽ നമ്മൾ എയർ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അനലൈസ്ഡ് എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷില്ലിലേക്ക് നടക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഓവർ ഹെഡ് എക്സ്പെൻസ് വരും. അപ്പോൾ ഈ കോസ്റ്റിലേക്ക് കുറച്ച് ഒരാൾ ഡൈവിങ് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലി അവരെന്തെങ്കിലും ഒരു കൊടുത്തക്കേട് കാണിക്കാതെ ചെയ്യാൻ പറ്റില്ല. അത് മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമല്ല, മെജോറിറ്റി ആൾക്കാർ അൺഎവറാണ്. എസ്പെഷ്യലി നമ്മുടെ ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസിനെ കുറിച്ച്. ആ ഗ്യാസ് ബ്രീതബിൾ ആണോ ഇല്ലേ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് എൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പതുക്കെ ഇൻഡസ്ട്രി പഠിച്ചു വരുന്നുണ്ട്. ഈ ഡൈവിങ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഡൈവിങ്ങിനെ കുറിച്ച് കുറേ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ ഗിൽബർട്ട് സാർ പറഞ്ഞു. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.